6ാം ക്ലാസ്സിൻ്റെ അറബി ടെക്സ്റ്റ് പുസ്തകത്തിലെ 11ാമത്തെ പേജിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് കൈറോ നഗരത്തിലേക്ക് യാത്ര പോയ ഒരു കുട്ടിയുടെ കൈറോയിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നത് വരെ മുമ്പത്തെ പേജിൽ നമ്മൾ വായിച്ചു. ഈ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥനുമായി നടക്കുന്ന സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ മുവല്ലഫ് അഹ്ലൻ വസഹല മർഹബൻ ബിക്കും. അഹ്ലൻ വസഹല വെൽക്കം. മർഹബൻ ബിക്കും നിങ്ങൾക്ക് സ്വാഗതം. ഷമീൽ, നേരത്തെ നമ്മുടെ കഥയിൽ ഷമീൽ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ കുട്ടിയുടെ പേര് ഉപയോഗിക്കുന്നത്. ഷമീൽ അഹ്ലൻ വസഹ്ലൻ ബിക നിങ്ങൾക്കും സ്വാഗതം. അൽ മുവല്ലഫ് അയ്യു നൗഇൻ മിനൽ ഉറഫി തുഫല്ലിലു. അയ്യ നൗഇൻ അയ്യ ഏത്, നൗഇൻ ഏത് ഇനത്തിൽപ്പെട്ട, മിനൽ ഉറഫി ഉറഫ് മുറി, ഉർഫത്ത് മുറി, ഉറഫ് മുറികൾ, റൂമുകൾ. തുഫല്ലിലു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള മുറികളാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഷമീൽ പറയാണ് ഉർഫത്തൽ ആയില. ഉർഫത്തൽ ആയില ഒരു ഫാമിലി റൂം. ആയില ഫാമിലി, ഉർഫത്ത് റൂം. അൽ മുവല്ലഫ് മിൻ ഫളലിക് സജ്ജിലി തഫാസീൽ. മിൻ ഫളലിക് പ്ലീസ്, സജ്ജിൽ റെക്കോർഡ് ചെയ്യുക, അത്തഫാസീൽ ഡീറ്റെയിൽസ്. മിൻ ഫളലിക് പ്ലീസ്, സജ്ജിൽ രേഖപ്പെടുത്തുക, അത്തഫാസീൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുകയാണ്. തബ്അൻ ഓഫ് കോഴ്സ്, തഫല്ലൽ ഗുർഫത്തുക്കും ഫിദ്ദൗറിൽ ഖാമിസ്. തഫല്ലൽ വരൂ, ഗുർഫത്തുക്കും നിങ്ങളുടെ മുറി, ഫിദ്ദൗറിൽ ഖാമിസ് ദൗർ നില, ദൗർ നില ഫ്ലോർ, അൽ ഖാമിസ് 5ാമത്തെ നിലയിലാണ് നിങ്ങളുടെ മുറി. ഷമീൽ ശുക്രാൻ. തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ ആ വാക്കിനെ ചേർത്ത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ള പ്രവർത്തനമാണ്. 1ാമത്തെ പദം അക്സറ ജമാലൻ. പാഠഭാഗത്ത് തുടക്കത്തിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാനസാലിക്ക സ്വബാഹു അക്സറ ജമാലൻ എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ തഫത്തഹത്തിൽ വർദത്തു അക്സറ ജമാലൻ. തഫത്തഹത്ത് വിരിഞ്ഞു, അൽ വർദത്ത് പനിനീർ പൂവ്, റോസാപ്പൂവ്, അക്സറ ജമാലൻ വളരെ മനോഹരമായിട്ടാണ് പനിനീർ പൂവ് വിരിഞ്ഞത്. ത്വല ഉദിച്ചു, അൽ ബദർ ചന്ദ്രൻ, അക്സറ നൂറൻ അക്സർ വളരെയധികം, നൂറ് പ്രകാശത്തോടെ. ത്വലഅത്ത് ഡേഷ് അക്സറ ളിയാഅൻ ളിയാ പ്രകാശം. അപ്പം വളരെ പ്രകാശത്തോടു കൂടി ഉണ്ടായ എന്തിനേയും നമുക്കവിടെ ചേർക്കാം. ത്വലഅത്ത് ഉദിച്ചു എന്ന് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഉദിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഷംസ് സൂര്യൻ ഉദിച്ചു. ത്വലഅത്തി ഷംസു അക്സറ ളിയാഅൻ. തൊട്ടടുത്ത പദം കൊടുത്തിരിക്കുന്നത്, അടുത്ത പദം വരുന്നത് ഇന്ദമാ എന്നുള്ളതാണ്. ഇന്ദമാ അർക്കബു ഞാൻ കയറുമ്പോൾ, അദ്ദറാജത്ത സൈക്കിളിൽ കയറുമ്പോൾ, അൽബസുൽ ഹൂസ ഞാൻ ഹെൽമറ്റ് ധരിക്കുന്നു. അടുത്തത് അൽബസു ധരിക്കുന്നു, ഹൂസ ഹെൽമറ്റ്. ഐന്ദമാ ഉസല്ലി ഞാൻ നമസ്കരിക്കുമ്പോൾ, അതവല്ലഉ
ഞാൻ വുളൂ ചെയ്യുന്നു. അടുത്ത ഒരു വാക്ക് നമ്മൾ എഴുതാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നു എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇന്ദമാ ആക്കുലു, ഞാൻ കഴിക്കുമ്പോൾ, അഅ്സിലുൽ യദ്, ഞാൻ കൈ കഴുകുന്നു. മൂന്നാമത്തത് ബിക്കുല്ലി ഫറഹിൻ, വളരെ സന്തോഷത്തോടു കൂടി. ബിക്കുല്ലി ഫറഹിൻ, വളരെ സന്തോഷത്തോടെ. ഖറജ്തു, ഞാൻ പുറപ്പെട്ടു. ഇലാ മുസല്ല, നമസ്കാര സ്ഥലത്തേക്ക്. അൽ ഈദ്, ഈദ് നമസ്കാര സ്ഥലത്തേക്ക്. ബിക്കുല്ലി ഫർഹിൻ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈദ് നമസ്കാരത്തിന് പുറപ്പെട്ടു. തലക്ക അൽ മുസാരിഉ, കർഷകൻ ഏറ്റുവാങ്ങി. അൽ ജായിസത്തു, അവാർഡ്. ബിക്കുല്ലി ഫർഹിൻ, വളരെ സന്തോഷത്തോടു കൂടി. ഇതുപോലെ നമുക്ക് എഴുതാം. ഞാൻ സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി പുറപ്പെട്ടു. ഖറജ്തു ഇലൽ മദ്റസ ബിക്കുല്ലി ഫർഹിൻ, ഞാൻ സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടെ പുറപ്പെട്ടു. അല്ലെങ്കിൽ കളിസ്ഥലത്തേക്കാണ് സന്തോഷത്തോടെ പുറപ്പെടുന്നത്. ഖറജ്തു ഇലൽ മൽഅബ് ബിക്കുല്ലി ഫർഹിൻ, വളരെ സന്തോഷത്തോടെ കളിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. തൊട്ട് താഴെ വായിക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നഖ്റഉ വനതസവ്വഖ്. അഹ്ലൻ വസഹ്ല, മർഹബൻ ബിക്കും, മിൻ ഫളലിക്, തബ്അൻ, അഹ്ലൻ വസഹ്ലൻ ബിക്, തഫളൽ, ശുക്രൻ. ഈ വാക്കുകളുടെ അർത്ഥവും കൂടി നമുക്കൊന്ന് നോക്കാം. അഹ്ലൻ വസഹ്ലൻ, നമ്മൾ പാഠഭാഗത്ത് പഠിച്ച വാക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അഹ്ലൻ വസഹ്ലൻ, വെൽക്കം. മർഹബൻ ബിക്കും, സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ ബിക്, നിങ്ങൾക്കും സ്വാഗതം. മിൻ ഫളലിക്, പ്ലീസ്. തഫളൽ, വരൂ, സ്വീകരിക്കൂ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. തബ്അൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും. ശുക്രൻ, നന്ദി. കലിമാത്തു തഹസീബിയയാണ് ഈ വാക്കുകൾ, ഉപചാര വാക്കുകളാണ് ഇവ.